ഹലോ ഗൈസ്, നമ്മള് ഇത്തടുത്തുവാണ് ട്യൂഷൻ ഇത്തടുത്തുവാണ്. ഇപ്പൊ 10 പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും എടുക്കണത്. വീഡിയോ ആണോ നോക്കട്ടെ. അതെ, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ 10 പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഇത്താനെ കാണാനൊന്നും പോയില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത്താനെ കാണാൻ പോകണം. കൂടെ നമുക്ക് ആ ഗിഫ്റ്റ് ഉണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങള് ഞങ്ങള് ഒരു ടോപ്പും എന്തൊക്കെ എടുത്ത ടോപ്പും ഒരു ലിപ്സ്റ്റിക്കും ഒരു മറ്റേ ഫ്ലവർ ക്ലിപ്പും പിന്നെ ഒരു മോയിസ്ചറൈസർ പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ കമ്മലും വാങ്ങിച്ചു. ഹായ്, അത് സാനിയുടെ കൂട്ടുകാരിയുടെ വീടാണ്. അപ്പോ ഈ വഴിയിൽ അപ്പൊ ഇവിടെ നമ്മള് ഒരാളും കൂടെ ഉണ്ട്. ഇപ്പൊ അവളെ നമ്മൾ പൊക്കും. അപ്പൊ അവളുടെ വീട് അവിടെയാണ് പോണ വഴിക്ക്. അപ്പൊ ഞങ്ങൾ ഈ വഴിയാണ് ട്യൂഷൻ ബാഗ്. ഇത് വേണ്ടവർ ലിങ്ക് എന്ന് പറഞ്ഞ് കമ്പ്ലീറ്റ് തരില്ല. അപ്പൊ നമ്മളിപ്പോ ഹനേനെ നമ്മൾ അവിടെ നിന്ന് പൊക്കും. ഹനേനെ അറിയില്ല, ഇന്നലത്തെ വ്ളോഗിൽ ഫുൾ ക്യാമറ പിടിച്ചോണ്ട് ചലിച്ചോണ്ടിരിക്കണം അവള്. നമ്മുടെ മിനി വ്ളോഗർ ഹന വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 5 പേരാണ് ഞങ്ങൾ ഈ വഴി കൂടെ തണ്ടണത് ട്യൂഷൻ പോകുമ്പോ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലെ വ്ളോഗർ വന്നിട്ടുണ്ട്. നീയെ ഫുൾ പകുതി കഴിഞ്ഞിട്ട് നീയെ മൊത്തം വ്ളോഗ് എടുത്തേക്കണേ. ഇതെന്താണ് ബ്ലഷ് ആണോ ഇതിനെ അടിച്ചിരിക്കണേ? ഗൈസ്, എടി എന്റെ മുടി കേട്ടിക്കടി, ഒന്ന് പിടിച്ചടി. വ്ളോഗർ ഞാൻ വ്ളോഗ് കഴിയുമ്പോൾ അറിയിക്കുന്നു. ഇന്നത്തെ പോലെ 10 മിനിറ്റ് ഇങ്ങനെ തന്നെ പിടിച്ചെടുക്കല് സർജ് ഫുള്ളാവും. എടി നമ്മളാ ഗേറ്റുള്ള ഇവിടെ എന്തേടി എത്തിയില്ലേ? ഏത് ഗേറ്റ്? നമ്മൾ കൊച്ചുകൂടെ നമ്മള് പോവാ. അവര് അതാ കൊച്ചൂടെ അത്താഴത്ത് വേണ്ടിക്കൊണ്ടിരിക്കുക. കൊച്ചൂന്റെ അത്താഴത്ത് വ്ളോഗ് എടുക്കണേ ഞാനാണ് ഗൈസ്. സാനിയുടെ വ്ളോഗിൽ ഞാൻ എടി ഇവിടെ കല്യാണമാണോടി ആ വീട്ടില്? അവര് മിണ്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ടേക്ക് ഗൈസ്, ഞങ്ങളുടെ ബസ്സിനെ കാണിച്ച ഞങ്ങൾ എന്ന് ഈ വഴി പോകുമ്പോ ഞങ്ങളെ വിളിക്കാറുണ്ട്. വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി വിളിക്കാറുണ്ട്. അതെ, പക്ഷെ നമുക്ക് മനസ്സിലാവൂല അങ്ങനെ എന്താ പറയണേന്ന്. തെളിയായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവിടെ എത്താറാകും. അപ്പൊ ഞങ്ങള് ട്യൂഷൻ പഠിച്ച് ഇവിടെ പൊക്കോണ്ടിരുന്നപ്പോ ആ വീട് തേച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ആ വീട് തേച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കണം നമ്മൾ അത്ര അതല്ലേ ഞാൻ പറഞ്ഞു. നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴി കൂടെ നടക്കണത്. ഒരു മഴ ആയതുകൊണ്ട് ബസ്സിനെ കൂട്ടി കയറ്റിയേക്കുമായിരിക്കൂടി. ഞങ്ങളുടെ ബസ് ഇവിടെ കിടക്കണതായിരുന്നു ഈ വീടിന്റെ ഉള്ളില്. മഴ കാരണം കൂട്ടി കയറ്റിന്ന് തോന്നണ ബെസ്റ്റ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായോ? പട്ടി. അപ്പൊ ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ ഫോൺ കൊണ്ടുപോകുമായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇത്തറ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് അവിടെ ചെല്ലോണ്ട് ഞങ്ങൾ ഇൻസ്റ്റ ലൈവ് ഒക്കെ ഇടുമായിരുന്നു. ലൈവ് കണ്ടവർ അതെ, ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ വഴിയൊക്കെ ഭയങ്കര കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം ഇവിടെ കൊടുക്കാം. ഇവിടെ ഞങ്ങള് ബാഗൊക്കെ ഇവിടെ കൂട്ടി വെച്ച് ഫോൺ ചാരി വെച്ച് ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡ് വല്ലതും കൊടുക്കാട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ 11 മണിയായപ്പോഴാണ് സ്റ്റോപ്പിൽ വന്നത്. ഇപ്പൊ 11:35 ഇതിൽ നമ്മൾ വീടെത്തിയിട്ടില്ല. നമ്മൾ ട്യൂഷൻ പഠിച്ചോണ്ട് നമ്മൾ ഇങ്ങനെ ഇഴഞ്ഞാണ് പോണത്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വേഗം നടക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എത്തണല്ല. ഇനി നമ്മൾ അവിടെ ഒരു വഴിയുണ്ട് ഗൈസ്, കാണിച്ചു തരാം. അവിടെ ചിലപ്പോൾ അതാണ് ഞങ്ങൾ ട്യൂഷൻ പഠിക്കുന്ന വീട്. ഇവിടെ ആരുമില്ല. ഇവിടുന്ന് വീട് മാറിയോ? ഇല്ല, അവരിവിടെ പോകാനുണ്ട്. പോകാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇത് വെറൈറ്റി ഇവിടുന്ന് വെള്ളം അടിച്ചത് ഗൈസ്, ഞാൻ ട്യൂഷൻ പഠിച്ചോണ്ടിരുന്നപ്പോ ഞാനും അമ്മേനെ ഇവിടെ ഇരിക്കുക. അപ്പൊ നീ ഇവിടെ ഇരിക്കുക, വെള്ളം കുടിക്കുക. ഇത് കുഴിഞ്ഞു പോണതാ. അപ്പൊ ഇവിടെ എന്നെ കുത്താൻ വന്നയാ. വെള്ളം സോഫയും പറഞ്ഞു ഫുള്ള്. എന്നിട്ട് തന്നെ നമ്മള് തുടച്ചൊന്നുമില്ല, തന്നെ പോയിനോ. അതാ ജോഹാനി ഇരിക്കണം ഗൈസ്, അവിടെ പോയി കാണിച്ചു.
ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഫോട്ടോ എടുക്കല് ഇവിടെ പറ്റില്ല. ഇവിടെ പറ്റില്ലാന്ന് ഇതാക്കാൻ കൊടുക്കാൻ വരുമ്പോ കൊട മാറ്റാം. കൊടുക്കണം. ഇത് ഇതാ എടുത്തു കൊടുത്താ പോലെ കവർ എന്തെങ്കിലും നിനക്കാ കവറോ നമ്മളെ കുറെ ഇങ്ങോട്ട് വാങ്ങിച്ചാ അതെന്ത് കൊടുക്കുക. ഇതൊക്കെ അല്ലേ സർപ്രൈസ്. ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞല്ലോ സ്കൂൾ അടുത്തപ്പോ തൊട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങണം. ഇവിടെ എത്താത്ത അത്യാവശ്യം മറച്ചിടുന്ന കാര്യം കുപ്പിയിൽ വെള്ളം താങ്ക് യു. ഓ ഗായ്സ് ഇത്ത പുതിയ ഫോണൊക്കെ എടുത്തു. നമ്മളോട് പറഞ്ഞില്ല. ഇതാണ് ഇത്താണ്ട് ഇത്താടെ ഹസ്ബൻഡ്. അപ്പൊ ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് കാണാം. ഒന്നോട് ഞെട്ടണേ കണ്ണീന്ന് ഇങ്ങനെ തൂക്കണത്. അതെ അവനാണ് ഇപ്പൊ മര്യാദ ഞങ്ങൾ ഫേസ് വാച്ചിട്ട് ഒന്ന് ഞെട്ടി. അപ്പൊ വീട് എടുക്കണവർ ഒന്നോടെ ഞെട്ടാൻ വേണ്ടി മുഖം കഴുകാൻ പോയേക്കാണ്. ഇപ്പൊ ഒന്നോടെ ഞെട്ടും. ഇങ്ങനെയാ ഗ്ലാസ് സെറ്റാണ്. മേക്കപ്പ് കഴിഞ്ഞ് വന്നില്ല. അടുത്ത വരട്ടെ. ശരി ബൈ. എനിക്ക് ഒറ്റ വിട്ടോ. വെൽക്കം വെൽക്കം. കണ്ണടയ്ക്കും. ഗ്ലാസ് സെറ്റാണ്. അതെ ഗ്ലാസ് സെറ്റാണ്. ഇത്തര സൂം ചെയ്യും കണ്ണീരൊക്കെ ഇതാ മോശപ്പ പോലത്തെ വേറെ ഷെയ്ഡാ. വിശേഷം നാളെ സ്കൂളിൽ പോണം. അതെ ഇവിടെ ഇതാണ് ഞങ്ങളുടെ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇവിടെ ഞങ്ങളെ അടുത്തടുത്ത് ഇരുത്തില്ല. ഞങ്ങളോട് കുറച്ച് നീങ്ങി ഞങ്ങൾ ഈ അടുത്തിരുന്ന് ഇങ്ങനെ ചെവി കഴിക്കുന്ന പറയാം. എന്നിട്ട് ആര്യനെ അവിടെ കൊണ്ടിരുത്തു. ഞാൻ ഈ മൂലക്കാരിക്കണേ. ഹാന ഇവിടെ ആയിരിക്കും. അമീൻ്റെ ഇവിടെ. എന്നിട്ട് ആര്യ അവിടെ നിന്നിട്ട് ഈ പിള്ളേരുടെ കാറൊക്കെ ഇരിപ്പുണ്ട്. ആര്യ അവിടെ തുറന്ന ബാഗിലെടുത്ത് പിന്നെ എനിക്കോ ഡൗട്ടോ എനിക്കൊന്നുമല്ല. ഇത് അഖിലയുടെ ഇത് വൈകയുടെ ഇതെന്റെ അതായത് ഇത് ആര്യയുടെ നിന്റെ ആര്യ എനിക്ക് മാത്രമാ സ്വന്തമായിട്ട് അതെ ആദ്യമായിട്ട് അവൾ ഇട്ടോണ്ട് വന്നോണ്ടാ ഈ പാൻ്റെ എന്റെ പിന്നെ യൂട്യൂബ് ഇടൽ എന്നാണ് ഇത്ത പറയുന്നത്. ഇത് ടാങ്കൊന്നും അല്ല, മാങ്ങ ജ്യൂസാ. ഇതൊക്കെ എന്താ ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്?
ഇത് പറ ഇത് എനിക്ക് യൂട്യൂബിലാണല്ലോ ഇതാണ് ഫേമസ് ആക്കാം കൊറേ ട്യൂഷൻ പിള്ളേരൊക്കെ വരും കറുത്ത ഉപ്പ് കുട്ടികളെല്ലാം നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കാരണം നമ്മൾ ഒരു ട്യൂഷന് വരുന്നതല്ല വെള്ളം കുടിക്കാൻ നമ്മളപ്പോ അങ്ങനെ പോവാണ് ട്യൂഷൻ പഠിക്കാൻ പറ്റുക ഹായ് ഗായ്സ് വി ആർ ഞങ്ങൾ അമ്പർലയുടെ ഉള്ളിലാണ് ദിസ് ഈസ് അവർ അമ്പർല 150 രൂപയുടെ കുടയാണ് സ്വിച്ച് കുടയാണ് ഓട്ടോമാറ്റിക് ആണ് ബാക്കിൽ 2 പേരുണ്ട് 3 പേരുണ്ട് 3 പേരുണ്ട് ഞങ്ങളിപ്പോ ഇത്താടത്ത് തിരിച്ചു പോവുകയാണ് പോവാണ് അപ്പൊ ഈ ചേച്ചി ഞങ്ങൾ ഈ ചേച്ചിയുടെ അടുത്താണ് ഞങ്ങൾ മാങ്ങ ചോദിച്ചുകൊണ്ടിരുന്നത് അണ്ണാക്കിലെന്നല്ലേ അണ്ണാക്കിലൊന്നല്ല ഗൈസ് ഞങ്ങളിത് ഈ വീട്ടിലാണ് ട്യൂഷൻ കഴിഞ്ഞ് വന്നോണ്ടിരുന്നത് അപ്പൊ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നേ